ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ വേദപഞ്ചാംഗം ശ്ലീഹകാലം 4-ാം ഞായർ. 1-ാം പ്രമാണത്തിന് എതിരാണോ 4-ാം പ്രമാണം? ദൈവത്തെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. കത്തോലിക്കര് മറിയത്തെയും വിശുദ്ധരെയും ബഹുമാനിക്കുമ്പോൾ അത് ആരാധനയാണെന്ന് പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരും ഒക്കെ കുറ്റപ്പെടുത്തുന്നു. അപ്പൊ എന്റെ സംശയം, ഈ 1-ാം പ്രമാണത്തിന് എതിരാണോ 4-ാം പ്രമാണം? നമുക്കൊന്ന് പരിശോധിക്കാം. പുറപ്പാടിന്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം ഈ വചനങ്ങളെല്ലാം അരുളിച്ചതുകൊണ്ട് പറഞ്ഞു, അടിമത്തത്തിന്റെ വീടായിരുന്ന മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന യാഹ്വേയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശങ്ങളിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ ജലത്തിലോ ഉള്ള യാതൊന്നിന്റെയും വിഗ്രഹമോ ഏതെങ്കിലും പ്രതിമയോ നീ നിനക്കായി ഉണ്ടാക്കരുത്. അവിടെ മുമ്പിൽ കുമ്പിട്ട് നമസ്കരിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്നാൽ ഞാൻ നിന്റെ ദൈവമായ യാഹ്വേ തീക്ഷ്ണമതിയായ ദൈവമാണ്. എന്നെ വെറുക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ 3-ഉം 4-ഉം തലമുറ വരെ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്ക് 1000 തലമുറ വരെ ഞാൻ ദയ കാണിക്കുകയും ചെയ്യുന്നു. നിന്റെ ദൈവമായ യാഹ്വയുടെ നാമം നീ വൃഥാ ഉപയോഗിക്കരുത്. തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ യാഹ്വേ ശിക്ഷിക്കാതെ വിടുകയില്ല. സാബത്ത് ദിവസത്തെ വിശുദ്ധീകരിക്കാനായി അതിനെ ഓർക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ എല്ലാ ജോലിയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യാഹ്വയുടെ സാബത്ത് ആകുന്നു. അന്ന് നീയും നിന്റെ മകനും മകളും നിന്റെ വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കൽ അകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. യാഹ്വേ 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവരുടെ സമസ്തവും സൃഷ്ടിച്ചു. 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അപ്രകാരം യാഹ്വേ സാബത്ത് നാളിനെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചിരിക്കുന്നു. നിന്റെ ദൈവമായ യാഹ്വേ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. നീ കൊല്ലരുത്, നീ വ്യഭിചാരം ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്, നിന്റെ അയൽക്കാരനെതിരായി നീ കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അയൽക്കാരന്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരന്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ അവന്റെ കാളിയെയോ കഴുതയെയോ നിന്റെ അയൽക്കാരനുള്ള യാതൊന്നിനെയോ നീ മോഹിക്കരുത്. ഇതിൽ പല കാര്യങ്ങൾക്കും ഞാൻ മുമ്പ് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. വിഗ്രഹാരാധന നടത്താൻ വേണ്ടി കത്തോലിക്കര് 10 കൽപ്പനകളിൽ തിരിമറി നടത്തി എന്ന ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്കരും മറ്റുള്ളവരും പ്രമാണങ്ങളുടെ എണ്ണം നടത്തുന്നതിനെ കുറിച്ച്, അതായത് 1-ാം പ്രമാണത്തിന്റെ ഭാഗമായിട്ട് ചിലർ നമ്മൾ കണക്കാക്കുന്നത്, പ്രൊട്ടസ്റ്റന്റുകാർ കണക്കാക്കുന്നത് 2 പ്രമാണങ്ങളായിട്ടാണ്. അപ്പോൾ 9-ാം പ്രമാണം 10-ാം പ്രമാണം, ഇങ്ങനെ വ്യത്യാസങ്ങൾ, എണ്ണത്തിലെ വ്യത്യാസങ്ങൾ. പിന്നെ കത്തോലിക്കർ സ്വീകരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലെ കൽപ്പനകളുടെ ക്രമമാണോ അതോ നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണോ? ഈ വക കാര്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടികൾ, അതായത് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ധാരാളം. ഈ കമന്റ് ഇടുന്നവര് അതുകൂടി കേട്ടിട്ട് കമന്റ് ഇട്ടാൽ കുറച്ചുകൂടി നന്നായി. അല്ലെങ്കിൽ നിങ്ങളുടെ അജ്ഞത വിളമ്പാനുള്ള ഒരു വേദിയായി കമന്റ് ബോക്സ് മാറും. ഇതിനു മുമ്പ് ഈ വക കാര്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ചില വീഡിയോസ് കണ്ടിട്ട് മറ്റുള്ളതിന് ഒന്നും മറുപടി നൽകിയിട്ടില്ല എന്ന മട്ടില് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അജ്ഞതയെ വെളിപ്പെടുത്താൻ എന്നല്ലാതെ കാര്യമുണ്ടാകില്ല. ആ വീഡിയോസിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയാത്തൊരു കാര്യമാണ് ഇവിടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു സൂചന നൽകി കഴിഞ്ഞു. അതായത് ഏകസത്യ ദൈവമായ യാഹ്വയെ മാത്രമേ ദൈവമായി ആരാധിക്കാൻ പാടുള്ളൂ. എന്നിട്ടും മറിയത്തെ ആരാധിക്കുന്നവരാണ് കത്തോലിക്കര് എന്ന് ഈ കത്തോലിക്ക സഭയിൽ വിട്ടുപോയവരെ ആരോപിക്കുന്നു. അവരുടെ മാനസിക നിലയെക്കുറിച്ച് എനിക്ക് എന്തോ പെശകുണ്ട് അവർക്ക് എന്നാണ് എനിക്ക് തോന്നണേ. കത്തോലിക്കർ മറിയത്തെ ദൈവമായോ ദേവിയായോ ആരാധിക്കുന്നുവെന്ന പരാതി അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര ഉത്തരം പറഞ്ഞാലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അവരുടെ ഹൃദയം കഠിനമായിട്ടുണ്ട്. വാസ്തവത്തിൽ മറിയം തന്നെ പറഞ്ഞ വാക്കുകൾ നോക്കുക. എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു. ലൂക്കാസിന്റെ സുവിശേഷം 1:46-47. ഇത് സത്യവേദ പുസ്തകത്തിലും ഈ പറഞ്ഞ പെന്തക്കോസ്തക്കാരുടെയും യഹോവ സാക്ഷികളുടെയും ദൈവസഭക്കാരുടെയും പ്രൊട്ടസ്റ്റന്റുകാരുടെ ഒക്കെ ബൈബിളിലുള്ളതാണ്. മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും
തനിക്ക് രക്ഷകൻ ആവശ്യമുണ്ടെന്ന് അംഗീകരിക്കുകയും ആ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. മറിയത്തിന് രക്ഷകൻ ആവശ്യമുണ്ടെന്ന് ഏതെങ്കിലും കത്തോലിക്ക സഭയിൽ പഠിപ്പിക്കുന്നുണ്ടോ? അവളെ രക്ഷിച്ച സമയത്തെക്കുറിച്ചാണ് വ്യത്യാസമുള്ളത്. അവളുടെ ജനനത്തിന്റെ ആദ്യ നിമിഷം തൊട്ട് അവളെ രക്ഷിച്ചു എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നത്. അതിനെ അമലോത്ഭവം എന്ന് പഠിപ്പിക്കുന്നത്. മറിയത്തിന് രക്ഷകനെ വേണ്ടെന്ന് ഒരു കത്തോലിക്ക സഭയും പഠിപ്പിക്കുന്നില്ല. ശരിയായ ഭക്തയുടെ നിലപാടല്ലേ മറിയം പറയുന്നത്? എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പൊ രക്ഷകനായ ദൈവം ഉണ്ടെന്നും അവനിൽ ആനന്ദിക്കുന്നുവെന്നും എന്റെ ചിത്തം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുവെന്നും ശരിയായ ഭക്തയുടെ നിലപാടിലാണ് മറിയം. മറിയം ദൈവത്തെ ആരാധിക്കുന്നു, രക്ഷകൻ ആവശ്യമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നു, താൻ രക്ഷിക്കപ്പെട്ടുവെന്നും പ്രഖ്യാപിക്കുന്നു. ഒന്നാം പ്രമാണം ആവശ്യപ്പെടുന്നത് പോലെയല്ലേ മറിയം പെരുമാറുന്നത്? അങ്ങനെ കൽപ്പന തന്ന അതേ ഒന്നാം പ്രമാണം തന്ന അതേ കർത്താവാണ് പറഞ്ഞത്, നിന്റെ ദൈവമായ യാഹ്വേ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇതൊന്നാം പ്രമാണത്തിന് എതിരാണോ? ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതും മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതും രണ്ടും രണ്ടല്ലേ? നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അപ്പോ നമ്മൾ മറിയത്തെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ട്? തിരുവചനം പറയുന്നു അടുത്ത വചനത്തില്, ഇന്ന് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ലൂക്കാസ് 1:48. നാലാം പ്രമാണം പാലിക്കാനായി കത്തോലിക്കര് മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിച്ച് ബഹുമാനിക്കുന്നു. ഒന്നാം പ്രമാണത്തിന് എതിരല്ലാതെ നാലാം പ്രമാണം ഒന്നാം പ്രമാണത്തിന് ചേർന്ന് പോകുന്നതാണ്. ദൈവത്തെ ആരാധിക്കാവൂ, പക്ഷെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, മറിയത്തെ എന്തിനെ ബഹുമാനിക്കണേ എന്ന് ചോദിക്കാം. മറിയത്തെ അമ്മയായി നമുക്ക് അമ്മയായി നൽകിയത് ആരാ? ഈശോ മിശിഹ തന്നെ. കുരിശിലേക്ക് കിടക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 19-25-27. അപ്പൊ ചിലരെ പറയാം യോഹന്നാനല്ലെന്ന്. അവിടെ യോഹന്നാൻ എഴുതിയിട്ടുണ്ടോ നോക്കി നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ? യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിന്റെ അമ്മ. മറിയമെന്നും എഴുതിയിട്ടില്ല, യോഹന്നാനും എഴുതിയിട്ടില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിന്റെ അമ്മ. യേശുവിന്റെ അമ്മ, യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശുവിന്റെ അമ്മയോട് ഈ യേശു സ്നേഹിച്ച ശിഷ്യനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, ഇതാണ് എന്റെ മകൻ. ഈ യേശു സ്നേഹിച്ച ശിഷ്യനോട് പറഞ്ഞു, മറിയത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ അമ്മ. യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശു സ്നേഹിക്കാത്ത ശിഷ്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ. യേശു സ്നേഹിക്കാത്ത ശിഷ്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ യേശു സ്നേഹിച്ച ശിഷ്യന്മാർക്കെല്ലാം അമ്മയായി നൽകിയിരിക്കുന്നതാണ് യേശുവിന്റെ അമ്മയെ. യേശുവിന്റെ അമ്മയെ യേശു സ്നേഹിച്ച സകല ശിഷ്യന്മാർക്ക് അമ്മയായി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുന്നത് ചരിത്രത്തിൽ യോഹന്നാനായിരിക്കാം, പക്ഷേ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാരുടെയും പ്രതിനിധിയാണ് ആ ശിഷ്യൻ. ആ ശിഷ്യൻ അവളെ അവന്റെ ഭവനത്തിൽ സ്വീകരിച്ചു, അവന്റേതായി സ്വീകരിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ അമ്മയെ യേശു സ്നേഹിച്ച ശിഷ്യന്മാർക്ക് അമ്മയായി നൽകിയത് ഈശോ മിശിഹ തന്നെയാണെങ്കിൽ, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന കൽപ്പന, ഈ മറിയത്തെ ബഹുമാനിക്കുക, ഭാഗ്യമെന്ന് പ്രകീർത്തിക്കുക, ആ കൽപ്പന നമ്മൾ പാലിക്കണ്ടേ? അപ്പൊ വേറെ ഒരുപാട് ഉത്തരങ്ങൾ ഇതിന് ഉരുത്തിരിഞ്ഞു വരും. മറിയത്തെ അമ്മയായി, യേശുവിന്റെ അമ്മയെ സ്വന്തം ആത്മീയ അമ്മയായി സ്വീകരിക്കാത്തവർ ആരും യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല. പെന്തക്കോസ്തക്കാരും യഹോവസാക്ഷികളും ദൈവസഭക്കാരും ഇവരാരും യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല. കാരണം യേശുവിന്റെ അമ്മയെ അവരമ്മയായി സ്വീകരിക്കുന്നില്ല. മൊട്ടത്തോടായിട്ടും പൈപ്പായിട്ടൊക്കെയും സ്വീകരിക്കണേ, അവഹേളിക്കുകയാണ്, സ്വീകരിക്കല്ല, ആക്ഷേപിക്കുകയാണ്. അപ്പൊ അവരാരും യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല എന്നർത്ഥം വരും. പിന്നെ അവര് നാലാം പ്രമാണം അനുസരിക്കുന്നില്ല എന്നർത്ഥം വരും. അപ്പോ ദൈവമായ യാഹ്വേ നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസ് ഉണ്ടാകാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കാനാണ് പറഞ്ഞത്. അവർക്ക് ദീർഘായുസ് ഉണ്ടാവില്ല, ഇഹലോകത്തുണ്ടാകില്ല, പരലോകത്തുണ്ടാകില്ല. അപ്പൊ നിങ്ങള് ചിലരെങ്കിലും പറയും, അച്ഛന് ഈ വെറുപ്പിന്റെ ഭാഷ മാത്രമേ അറിയുള്ളൂ. പെന്തക്കോസ്തക്കാര്, യഹോവസാക്ഷികള്, ദൈവസഭക്കാര്, പ്രൊട്ടസ്റ്റന്റുകാര് ഇവർക്കെതിരെ പറയാണ്ടത് അച്ഛൻ സംസാരിച്ചോടെ? ഇത് വെറുപ്പിന്റെ ഭാഷയാണോ? അതോ സത്യവിശ്വാസമാണോ? സത്യവിശ്വാസം പറയുമ്പോൾ വെറുപ്പിന്റെ ഭാഷയായിട്ട് തോന്നുകയാണോ? തെറ്റിൽ ജീവിക്കുന്നവര്, സത്യവിശ്വാസം തെറ്റിപ്പോയവര്, ആ തെറ്റിൽ ജീവിക്കുന്നവര്, ആ തെറ്റ് പഠിപ്പിക്കുന്നവര് ആ തെറ്റ് തിരിച്ചു വരണമെന്നല്ലേ പറയേണ്ടത്? സുവിശേഷത്തിലെ ആദ്യത്തെ കാര്യം കർത്താവ് എന്താ പറഞ്ഞത്? ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. കർത്താവ് അതാ പറഞ്ഞത്. അത് തന്നെ നമ്മളും പറയേണ്ടത്. മാത്രമല്ല, കത്തോലിക്ക സഭയുടെ തുടക്കം തൊട്ട്, ക്രിസ്തീയ സഭ എന്ന് പറഞ്ഞാൽ കർത്താവ് സ്ഥാപിച്ചത് കത്തോലിക്ക സഭയാണല്ലോ. അന്ന് തൊട്ട്
ഇതിനെതിരെയുള്ള സഭകൾ ഉണ്ടായിരുന്നു പലതരത്തിൽ അക്കാലത്ത്. അപ്പൊ സഭാപിതാക്കന്മാരെല്ലാവരും യോഹന്നാന്റെ ലേഖനങ്ങളാണെങ്കിലും പൗലോസിന്റെ ലേഖനങ്ങളാണെങ്കിലും ഒക്കെ അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരെയാണ് ലേഖനങ്ങളും സുവിശേഷങ്ങളും എഴുതിയത്. ഈശോ മിശിഹ ദൈവമായി കാണപ്പെട്ടതേയുള്ളൂ, ദൈവമായിരുന്നില്ല എന്ന് പഠിപ്പിച്ചിരുന്നു ഡോസറ്റിസം. അതിനെതിരെയാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്. യോഹന്നാൻ ലേഖനങ്ങള് നിങ്ങൾ നോക്കിയേ, പൗലോസിന്റെ ലേഖനങ്ങൾ നോക്കിയേ, അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരെയാണ് ഇതൊക്കെ എഴുതപ്പെട്ടത്. അവർക്ക് വെറുപ്പ് പഠിപ്പിക്കുകയായിരുന്നു. വെറുപ്പിന്റെ ഭാഷയാണോ? സത്യം പറയുമ്പോൾ, സത്യവിശ്വാസം പഠിപ്പിക്കുമ്പോൾ അത് വെറുപ്പിന്റെ ഭാഷയായിട്ട് പറയരുത്. ചുരുക്കത്തില് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ദൈവത്തിന് ചേർന്ന ആരാധന ബലിയാണ്. നമ്മൾ മറിയത്തിന് ബലിയർപ്പിക്കാറില്ല, വിശുദ്ധർക്ക് ബലിയർപ്പിക്കാറില്ല. പിതാവായ ദൈവത്തിനാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത്. ആ ബലി മാത്രമാണ് ആരാധന. അത് നമ്മൾ മറ്റാർക്കും കൊടുക്കാറില്ല. അങ്ങനെ ദൈവമായ കർത്താവിനെ ആരാധിക്കണമെന്ന് 1-ാം പ്രമാണം പറഞ്ഞിട്ട് 4-ാം പ്രമാണം പറയാണ് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അത് ബയോളജിക്കൽ അപ്പനെയും അമ്മയും മാത്രമല്ല, ആധ്യാത്മിക പിതാക്കന്മാരെയും ബഹുമാനിക്കണം, ആധ്യാത്മിക അമ്മയെ ബഹുമാനിക്കണം. ആ അമ്മയെ അമ്മയായിട്ട് നൽകിയത് ഈശോ മിശിഹ തന്നെയാണ്. ഇതൊക്കെ തിരുവചനമാണ്. അതിനാൽ മറിയത്തെ ബഹുമാനിക്കാത്തവർ 4-ാം പ്രമാണം ലംഘിക്കുകയും ആ തെറ്റിൽ അവർ തുടരുകയും ചെയ്യുന്നു, തെറ്റ് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അത് മഹാ അപരാധമാണ്. അത് തിരുത്തണം. നമ്മുടെ സഹോദരന്മാരാണ് ഈ സഭകളിലേക്ക് പോയത്. അവർ തിരിച്ചു കൊണ്ടുവരാനും ആ തെറ്റ് തിരുത്താനും നമുക്കൊരു ബാധ്യതയുണ്ട്. നിങ്ങളത് ചെയ്യണം. നമുക്ക് മറിയത്തെ ബഹുമാനിക്കണം, നമ്മുടെ മാതാപിതാക്കളും ബഹുമാനിക്കണം. മാതാപിതാക്കൾ മക്കളെ റെസ്പെക്ട് ചെയ്യാനും പഠിക്കണം, കേൾക്കാനും പഠിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.